എത്ര സർജറികൾ സമയബന്ധിതമായി നടക്കാതെ പാവപ്പെട്ട രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന വിധം ക്രൂരമായി ഒരു സ്ഥാപനം അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന അനുവദിക്കില്ല സാർ. എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് ഇവിടെ സംഭവിച്ചു? ഗൗരവതരമായി പരിശോധിക്കണം. എന്തുകൊണ്ട് കരാറുകൾ പുതുക്കിയില്ല? എന്തുകൊണ്ട് സർജറികൾ അനന്തമായി നീട്ടിവെച്ചു? സാറിന്റെ വീട്ടിലെ, ഇവിടുത്തെ ഡയറക്ടറുടെ വീട്ടിലെ, ഇവിടുത്തെ മേലുദ്യോഗസ്ഥരുടെ വീട്ടിലെ പാവപ്പെട്ട രോഗികളാണ് ഇങ്ങനെ വന്നിരുന്നതെങ്കിൽ നീട്ടിക്കൊടുക്കുന്നത് കൊണ്ട് മാത്രം മരണം വരിക്കേണ്ടി വരും സാർ. മരണം വരിക്കേണ്ടി വരും. ഇവിടെ വരുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ മെഡിസിൻസ് കൊടുക്കുന്നില്ല, ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല, സർജറികൾ നീട്ടിവെക്കുന്നു. എന്നിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ വന്ന് പറയുന്നു ചെറിയ ലാബ്സ് അല്ല സാർ. സാർ, പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ആശുപത്രികളുടെ കണക്ക് പരിശോധിച്ചാൽ ഈ കേരളം വളരെ വളരെ ഡിഫറന്റ് ആണ് സാർ. ഇത് ബീഹാർ അല്ല സാർ, ഇത് മധ്യപ്രദേശ് അല്ല സാർ, ഇത് രാജസ്ഥാൻ അല്ല സാർ. ഇവിടെ ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞു മുതൽ നമ്മുടെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ പണമില്ലാത്തത് കൊണ്ട് അവരൊന്നും ക്രൂരമായി കൊല്ലപ്പെടുന്നില്ല സാർ. പക്ഷേ ഇവിടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറുടെ ദുർവാശി കൊണ്ട്, ഡയറക്ടറുടെ അമിതമായ രാഷ്ട്രീയ ലാഭത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മേലാളന്മാർ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാരെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടും സാർ. അറസ്റ്റ് ചെയ്യണം സാർ. ഞാൻ ബഹുമാനപ്പെട്ട സിയോട് പറയുന്നു, മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവിടുത്തെ ഡയറക്ടർ അടക്കം അറസ്റ്റ് ചെയ്യണം സാർ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുണ്ട് സാർ. ബോധപൂർവം മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട് കണ്ടുനിൽക്കരുത് സാർ. അറസ്റ്റ് ചെയ്യണം. അടിയന്തരമായി ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഈ പ്രതിഷേധം ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമായിട്ട് ഇത് മാറും. ഇത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. എവിടെ സുരേഷ് ഗോപി എവിടെ? സിനിമ ഡയലോഗ് കൊണ്ടല്ലാതെ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര ദിവസം സാറേ മാറ്റിവെച്ചത്? പാവപ്പെട്ടവർ എത്ര സഹിക്കണം സാർ? എത്ര പൊറുക്കണം സാർ? ഈ ആശുപത്രിയെ തകർക്കാനാണ് ഡയറക്ടറുടെ നീക്കം. സാറിന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, രജിസ്ട്രാർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം ഇന്ന് അഴിച്ചുവിടുകയാണ്. ഈ സമരം സൂചന മാത്രമാണ്. ഡയറക്ടർ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തെരുവിലിറങ്ങാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല. തെരുവിൽ വെച്ച് ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും. ഞങ്ങൾക്കാരെയും പേടിയില്ല. പക്ഷെ ഞങ്ങളുടെ സാധാരണക്കാരായ ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ അമ്മമാർക്ക്, ഞങ്ങളുടെ വയോജനങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സാർ ഈ സമരം. നിങ്ങളുടെ ഈ ന്യായം അടിയന്തരമായി അവസാനിപ്പിക്കണം. രേഖാമൂലം ഇപ്പൊ തരാൻ പറ്റുമോ സാർ? ഈ പ്രശ്നങ്ങളെല്ലാം 24 hours അടക്കം ഇത് പരിഹരിക്കുമെന്ന് രേഖാമൂലം ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പ് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. സാറിന്റെ അധികാര പരിധിയിൽ വെച്ച് സാർ സംസാരിക്കുക. സാറിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാറ് ഇവിടെ മാറ്റിവെച്ച, ഇത്രയും നീട്ടിവെച്ച സർജറികൾക്ക് നഷ്ടപരിഹാരം വേണം. അവരുടെ ജീവന് വിലയുണ്ടോ സാർ? അവരുടെ ജീവന് വിലയുണ്ടോ? അവരെ സർജറി നീട്ടിവെക്കുന്നതിലൂടെ അവരുടെ ജീവൻ അപായത്തിലാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല. ഞങ്ങൾക്കറിയാം ഈ ലിഫ്റ്റ് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. സാറിന്റെ പുറകിലെ ഡോറ് ഞങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. പക്ഷെ ഞങ്ങള് ഇതൊരു ആശുപത്രി ആയതുകൊണ്ട് ഞങ്ങൾ പ്രകോപനം പാലിച്ചു. ഞങ്ങൾ ഇവിടെ സംയമനം പാലിച്ചു. ഞങ്ങള് സംയമനം പാലിച്ചാൽ ഞങ്ങള് ഒരു കവളത്ത് അടിക്കാൻ കാണിച്ചു തരാം. പക്ഷേ അവിടെ അടിച്ച് പിന്നെ കുനിച്ചു നിർത്തി കൂമ്പിലടിക്കാനാണ് നിലപാടെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം ആളിപ്പടരും. സാറിന് 24 മണിക്കൂറിനകം ഇവിടെ സംഭവിച്ച എല്ലാ ലാപ്സും പരിഹരിക്കാം എന്നൊരു വൈറ്റ് പേപ്പറിൽ ഇവിടെ സിഐയുടെ സാന്നിധ്യത്തിൽ സാർ ഉറപ്പ് തരണം. അങ്ങനെ ഉറപ്പ് തരികയാണെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിക്കാം. സാറിന് കഴിയുമോ? Ahí con